എ ഐ ഇൻ ഹെൽത്ത് കെയർ. ഹെൽത്ത് കെയറിൽ എ ഐക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് നമ്മൾ ഈ ഒരു കോഴ്സിലുടനീളം നമ്മൾ നോക്കാൻ പോകുന്നത്. എയുടെ തുടക്കം മുതൽ എയുടെ കൂടെ സഞ്ചരിക്കുന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് എയെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുണ്ട്. അതാണ് നമ്മളിവിടെ ഷെയർ ചെയ്യുന്നത്. അഥവാ ഈ ഒരു ടെക്നോളജി വന്നതോടുകൂടി ലോകത്തിൽ സംഭവിച്ച മാറ്റങ്ങൾ നമുക്കറിയാം. ഗൂഗിളിനെയാണ് പല കാര്യങ്ങൾക്കും മുമ്പൊക്കെ ആശ്രയിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ അത് മാറി എ ഐ ചാറ്റ് ബോട്ടുകളെ മെറ്റ എ ഐ ചാറ്റ് GPT പോലത്തെ ആപ്പുകളിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ട്. അഥവാ ഗൂഗിളിനെ നമ്മൾ ആശ്രയിക്കുന്നതിന് പകരം ഒന്നുകൂടി കറക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ചാറ്റ് GPT പോലത്തെ ടൂളുകളെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഹെൽത്ത് കെയർ സിസ്റ്റത്തിലും ഇതേ രീതിയിലുള്ള മാറ്റങ്ങൾക്കാണ് വഴിവെക്കുന്നത്. ഹെൽത്ത് കെയറിൽ തന്നെ എ ഐ വരുന്നതും കൂടി ഫ്യൂച്ചർ മെഡിസിൻ എന്ന് പറയുന്നത് എയുടെ കയ്യിലാണ്. അഥവാ ഡോക്ടർമാർക്ക് പിൻ പോയിന്റ് ആയിട്ട് രോഗങ്ങളെ ഡയഗ്നോസിസ് ചെയ്യാനും അതേപോലെ തന്നെ ആക്യുറേറ്റ് ആയിട്ട് ട്രീറ്റ്മെന്റ് പ്ലാൻ ചെയ്യാനും ഓരോരുത്തരുടെയും ജനറ്റിക് പ്രൊഫൈൽ വെച്ചിട്ട് മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് അവർക്ക് സംഭവിക്കാൻ പോകുന്ന ഫ്യൂച്ചറായിട്ട് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ വെച്ചിട്ട് ട്രീറ്റ്മെന്റ് പ്ലാൻ കൊടുക്കാനും നമുക്ക് ഇതിലൂടെ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ വരും കാലങ്ങൾ എയുടെ കയ്യിലാണ് ഹെൽത്ത് കെയർ എന്ന് പറയാൻ പറ്റും. അപ്പൊ നമുക്ക് ഒരു സംശയം പൊതുവെ രൂപപ്പെടാം, ഡോക്ടർമാരെ ഈ ഒരു എ ഐ റീപ്ലേസ് ചെയ്യില്ല എന്നുള്ളത്. ഡോക്ടർമാരെ ഒരു കാലത്തും എ ഐ റീപ്ലേസ് ചെയ്യാൻ പോകുന്നില്ല. പക്ഷെ ഡോക്ടർമാരെ എംപവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എ ഐ ഉപയോഗിക്കപ്പെടുക. നമുക്ക് ഡെയിലി റുട്ടീൻ ടാസ്കുകൾ മാനേജ് ചെയ്യാനും ഒരു കറക്റ്റ് ആയിട്ടുള്ള ഇൻസൈറ്റുകൾ രൂപപ്പെടുത്താനും അതേപോലെ തന്നെ കോംപ്ലക്സ് പ്രൊസീജിയേഴ്സിനെ സിമ്പിളാക്കി മാറ്റാനും അതേപോലെ തന്നെ അവരുടെ പേഴ്സണൽ കെയറിൽ ഡോക്ടർമാർക്ക് കൂടുതലായിട്ട് ശ്രദ്ധ ചെലുത്താനൊക്കെ ഇതിലൂടെ സാധിക്കും. മാത്രമല്ല ഈ ഏർലി ഡയഗ്നോസിസും ഡിറ്റക്ഷൻ ഓഫ് ഡിസീസും ഇതിലൂടെ നമുക്ക് കഴിയും. കറക്റ്റായിട്ട് കൂടി നമുക്കൊരു മെഡിസിൻ സെലക്ട് ചെയ്യാനും ഇതിലൂടെ കഴിയും. മാത്രമല്ല റോബോട്ടിക് സർജറി, ഡ്രഗ് ഡിസ്കവറി, ഇതിനൊക്കെ ഈ ഒരു എ കൊണ്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ കോഴ്സിലുടനീളം നമ്മൾ പഠിക്കുന്നത് എങ്ങനെയൊക്കെയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സാധ്യതകളെ നമുക്ക് ഈ ഒരു ഹെൽത്ത് കെയർ മേഖലയിൽ ഉപയോഗിക്കാം എന്നുള്ളതാണ്. അഥവാ ഡയഗ്നോസിസ് മുതൽ പേഴ്സണലൈസ്ഡ് ട്രീറ്റ്മെന്റ് മുതൽ മാനേജ്മെന്റ്, പേഷ്യന്റ് കെയർ മാനേജ്മെന്റ് വരെയുള്ള എല്ലാ സ്റ്റെപ്പുകളും നമുക്ക് ഈ AI ഉപയോഗിച്ച് ഇതുവരെ ഏതൊക്കെ ടെക്നോളജികളാണോ ഇതിൽ ഉപയോഗിക്കപ്പെടുന്നത് അതൊക്കെ നമ്മൾ ഈ ഒരു മോഡ്യൂളിൽ ഈ ഒരു കോഴ്സിലുടനീളം നമ്മൾ പഠിക്കും.